In this lecture, we will discuss the concept of surface integral and how to evaluate the surface integral. Before entering to the topic surface integral, we need to know what is differential of surface area. The function ds is equal to square root of 1 plus fx whole square plus fy whole square dA is called the differential of the surface area. Now surface integral is the integral of a function over a surface. As we know, a double integral is a generalization of the definite integral a to b f of x dx. Here also we have the surface integral is the generalization of the line integral. Okay, we know the double integral is a generalization of the integral a to b f of x dx, the definite integral. Okay, അതുപോലെ തന്നെ surface integral എന്ന് പറഞ്ഞാൽ it's a generalization of the line integral. Okay, so to define the surface integral, let w equal to g of x, y, z be defined in a region of 3 space. ഒരു 3D സ്പേസിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സർഫസ് ആണ്, ഒരു ഫംഗ്ഷൻ ആണ് w equal to g of x, y, z that contains a surface S, okay, which is a graph of a function z is equal to f of x, y. അതായത് S എന്നുള്ളത് is a graph of a function z is equal to f of x, y. നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, ഇതാണ് നമ്മുടെ S. Okay, it's a surface S. ഇതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് this is actually the graph of a function z is equal to f of x, y. Okay, ഈ ഒരു സർഫസിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. We are integrating this function g of x, y, z over the surface z is equal to f of x, y, that is over the surface S. Okay, so let the projection R of the surface onto the xy plane. Here is the surface is z is equal to f of xy. We are projecting this surface into the xy plane. So let this R be the projection of this surface into xy plane. Okay, it may be type 1 or type 2. Okay, you know actually what is type 1 region and type 2 region. Okay, let this R be a type 1 region or type 2 region. Now divide the surface S into n patches. Okay, so n patches ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഈ സർഫസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ n patches ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിലൊരു പാച്ച് ആണ് ഇതെന്ന് വിചാരിക്കുക, with area delta sk. Okay, with area delta sk. So correspondingly we will have a region, ഒരു rectangular region എവിടെ ഉണ്ടാവും, R ൽ ഉണ്ടാവും. I mean this R ൽ ഉണ്ടാവും. R എന്നുള്ളത് നമ്മൾ S ന്റെ പ്രൊജക്ഷൻ ആണെന്ന് പറഞ്ഞു xy പ്ലെയിനിലേക്ക്. അപ്പോൾ ഇവിടെ നമ്മളൊരു S ൽ ഒരു പാച്ച് എടുത്തു കഴിഞ്ഞാൽ ഇതിന് n പാച്ചസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കറസ്പോണ്ടിങ് ഒരു സബ് റീജിയൻ ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ സബ് റീജിയൻ ഓഫ് ആർ, അല്ലെങ്കിൽ ഒരു സബ് റെക്ടാങ്കിൾ ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു പാച്ചിന്റെ ഏരിയ ഡെൽറ്റ എസ് കെ ആണെന്ന് വിചാരിക്കുക. കറസ്പോണ്ടിംഗ്ലി കിട്ടുന്ന ഈ ഒരു സബ് റീജിയൻ അല്ലെങ്കിൽ റെക്ടാങ്കിളിന്റെ ഏരിയ ഡെൽറ്റ എ കെ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഡെൽറ്റ എ കെ ആർ കെ ആണെന്ന്, ഈ ഒരു സബ് റീജിയൻ ഇസ് ആർ കെ ആണെന്ന് വിചാരിക്കുക. ഇത് ഡെൽറ്റ എസ് കെ. Now let norm P be the norm of the partition of the length of the longest diagonal of RK. ഈ ആർക്കിന്റെ ലോങ്സ്റ്റ് ഡയഗണലിന്റെ നോം ആണ്, അല്ലെങ്കിൽ നോം പി എന്നുള്ളത് അതിന്റെ നോം ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദി ലോങ്സ്റ്റ് ഡയഗണൽ ഓഫ് ആർ കെ ആണെന്ന് വിചാരിക്കുക. Now choose a sample point xk star, yk star, zk star on each sk. അപ്പോൾ നമ്മളിവിടെ ഒരു sk ആണ് എടുത്തുള്ളത്. ഈ എസ് കെയിൽ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇറ്റ് ഇസ് എക്സ് കെ സ്റ്റാർ, വൈ കെ സ്റ്റാർ, ഇസഡ് കെ സ്റ്റാർ. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പോയിന്റിലെ കറസ്പോണ്ടിങ് എഫ് ജി വാല്യൂ ഉണ്ട്. ജി ആണ് നമ്മുടെ ഫംഗ്ഷൻ. വി ആർ ഗോയിങ് ടു ഇന്റഗ്രേറ്റ് ദി ഫംഗ്ഷൻ ജി. ഓക്കെ, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഈ ഫംഗ്ഷൻ ജി ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജി ഓഫ് എക്സ് വൈ സെഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ ഇതിലൊരു ആർബിട്രറി പോയിന്റ് എടുക്കുന്നു. ആ പോയിന്റ്, അതായത് ഈ ഒരു ഓരോ പാച്ചിലെയും ഓരോ പോയിന്റ് എടുക്കുന്നു. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാച്ച് എസ് കെ എന്ന പാച്ചാണ്. ആ എസ് കെ എന്ന പാച്ചിലെ ഒരു പോയിന്റ് എടുക്കുന്നു, എസ് കെ സ്റ്റാർ, വൈ കെ സ്റ്റാർ, ഇസഡ് കെ സ്റ്റാർ. അതിന്റെ ജി വാല്യൂ കണ്ടുപിടിക്കുന്നു. സോ ജി ഓഫ് എസ് കെ സ്റ്റാർ, വൈ കെ സ്റ്റാർ, ഇസഡ് കെ സ്റ്റാർ, അതാണത്. ഓക്കെ, അതിനോട് അതിന്റെ സർഫസ് ഏരിയ എന്ത് ചെയ്യുന്നു,
മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡെൽറ്റ എസ് കെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് അങ്ങനെയുള്ള എല്ലാ ഓരോ പാച്ചുകളുടെയും ഇതുപോലെ ഓരോ പോയിന്റ് എടുക്കുന്നു, അതുകളുടെ എല്ലാം ആ പോയിന്റുകളുടെ എല്ലാം ഫങ്ഷണൽ വാല്യൂ കണ്ടുപിടിക്കുന്നു, അതിൻ്റെ കറസ്പോണ്ടിങ് സർഫസ് ഏരിയയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആ ഒരു പാച്ചിൻ്റെ സർഫസ് ഏരിയയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ആഡ് ചെയ്യുന്നു. ഓക്കെ, അതാണ് സി സം. We are forming this sum summation k from 1 to n g of x k star y k star z k star into delta s k. Okay. Now the surface integral എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലിമിറ്റിംഗ് കേസ് ആണ്. ഇതിന്റെ ലിമിറ്റിംഗ് കേസ് എന്ന് പറഞ്ഞാൽ as n tends to infinity എന്ന് പറയാം, അല്ലെങ്കിൽ the length of this or the norm p tends to 0. The limit as norm p tends to 0. Norm p tends to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയഗണൽ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ ഡയഗണൽ എൻട്രി, ഈ ഡയഗണൽ വാല്യൂ എന്തായിരിക്കണം, ഡയഗണലിന്റെ വാല്യൂ 0 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്നിന്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യണം. അതായത് ഇവിടെ ഈ പാച്ചുകളുടെ എണ്ണം കൂടുക, അതായത് ഇവിടെ താഴെ ആറിലെ സബ് റീജിയൻസിന്റെ എണ്ണം കൂടുക. ഓക്കെ, ദാറ്റ് ഈസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഓർ നോം p ടെൻസ് ടു 0. ഓക്കെ, ആ ലിമിറ്റിംഗ് കേസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സർഫസ് ഇന്റഗ്രൽ. ഓക്കെ, സർഫസ് ഇന്റഗ്രൽ ഓഫ് g ഓവർ ദിസ് സർഫസ് s. Over this surface S. Clear? അതാണ് ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. Let G be a function of 3 variables defined over a region of 3 space. G be a function of 3 variables, that is G of x, y, z defined over a region of 3 space containing the surface S. Okay, ഈ സർഫസ് കണ്ടെയ്ൻ ചെയ്യുന്ന 3 സ്പേസിലെ ഒരു ഫംഗ്ഷൻ ആണ് G. Then the surface integral of G over S. Surface integral of G over S is denoted by this, and it is given by surface integral over S G of x y z ds is equal to this limit as norm p tends to 0. Norm p tends to 0 means n tends to infinity. Okay, summation k from 1 to infinity k 1 to n G of x k star y k star z k star del s k. Okay, ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലിമിറ്റിനെ പറയുന്ന പേരാണ് സർഫസ് ഇന്റഗ്രൽ. Clear? Now, how to evaluate the surface integral? Okay, surface integral evaluate ചെയ്യാൻ നമ്മളിവിടെ പറഞ്ഞു ഈ എസ് എന്നുള്ളത് z is equal to f of x y എന്നുള്ള ഫോമിലാണ് എന്നുണ്ടെങ്കിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Okay, so suppose to evaluate the surface integral, suppose g be a function g of x y z, fx and fy. Fx means the partial derivative of f with respect to x, and fy is the partial derivative of f with respect to y, are continuous throughout a region containing S. Okay, അപ്പോൾ എന്താണ് എഫ്? നമ്മൾ പറഞ്ഞു സർഫസ് എസ് is actually is the graph of the function z is equal to f of x y. അതാണ് ഈ എഫ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ we are integrating g over s. We are integrating the function g of x y z over s. Okay, so where s is the surface of the surface z is equal to of the function z is equal to f of x y. ഇതിന്റെ സർഫസ് ആണെന്ന് പറയുന്നത് s എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ we can find the surface integral by using this formula. G of double integral over r g of x y f of x y. അതായത് ഈ z നെ നമുക്ക് നമ്മൾ പറഞ്ഞു സർഫസിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, z is equal to a function of x and y എന്ന് എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിലാണ് ഈ പറഞ്ഞ കേസ്. So z can be replaced by f of x y into square root of 1 plus fx square plus fy square into dA. That is ഇതാണ് ds. Okay, GDS. ഈ ds ആണ് ആക്ച്വലി നമ്മൾ ഡിഫൈൻ ചെയ്ത ഡിഫറൻഷ്യൽ ഓഫ് എ സർഫസ് ഏരിയ ഇസ് ദിസ്. ഓക്കെ, സോ ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് ജി ഓഫ് എക്സ് വൈ സെഡ് ഡി എസ് ഇസ് ദി സർഫസ് ഇന്റഗ്രൽ. സോ ഡി എസ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, പ്രൊവൈഡഡ് ഈ എസ് ഇസ് റെപ്രസെന്റഡ് ലൈക്ക് ദിസ്, ഇസെഡ് ഇസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. ഓക്കെ, വാട്ട് ഈസ് ആർ ഹിയർ? നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഓവർ എസ് ആണ്. ഓവർ എസ് എന്ന് പറഞ്ഞാൽ ഓവർ ദി സർഫസ് എസ്. സോ ആർ ഇസ് ദി പ്രൊജക്ഷൻ ഓഫ് എസ്, ദി സർഫസ് എസ് ഇൻടു എക്സ് വൈ പ്ലെയിൻ. ഈ ഫിഗറിൽ കണ്ട പോലെ ഇതൊരു 3D സ്പേസിലെ ഒരു സർഫസ് ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ എന്താണ്, ഇത് ആർ എന്നുള്ളൊരു പ്ലാനാർ റീജിയൻ, എക്സ് വൈ പ്ലെയിനിൽ ഇതിന്റെ പ്രൊജക്ഷൻ ആണ് ആർ എന്ന് പറയുന്നത്. ഓക്കെ, ആർ എന്നുള്ളത് എക്സ് വൈ പ്ലെയിനിലെ എസിന്റെ പ്രൊജക്ഷൻ ആണ്. അപ്പോൾ ഇതൊരു പ്ലാനാർ റീജിയൻ മാത്രമാണ്. ഇത് ഒരു കർവ്ഡ് സർഫസ് ഒക്കെ ആവും എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമ്മുടെ ഫംഗ്ഷൻ എസ് ഇസഡ് ഈക്വൽ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള രൂപത്തിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എസിനെ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യിക്കുന്നു. ആ കിട്ടുന്ന റീജിയൻ ആണ് ആർ എന്ന് പറയുന്നത്. ഓവർ ദാറ്റ് റീജിയൻ വി ആർ ഇന്റഗ്രേറ്റിംഗ് ദിസ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു ഓവർ ദാറ്റ് റീജിയൻ ആർ. അപ്പോൾ നമ്മൾ ഈ സർഫസ് ഇന്റഗ്രലിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഡബിൾ ഇന്റഗ്രലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ്
സർഫസ് ഇന്റഗ്രൽ കണ്ടുപിടിക്കുന്നതെന്ന് അർത്ഥം. ക്ലിയർ? നെക്സ്റ്റ് പ്രൊജക്ഷൻ ഓഫ് എസ് ഇൻ ടു അതർ പ്ലെയിൻസ്. അതായത് ഈ സർഫസ് ഇന്റഗ്രൽ കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഫംഗ്ഷൻ അല്ലെങ്കിൽ സർഫസ് ഇങ്ങനെയല്ല തന്നിട്ടുള്ളതെന്ന് വിചാരിക്കാം. സപ്പോസ് വി ആർ ഗിവൺ ദി ഫംഗ്ഷൻ ആസ് y ഈക്വൽ ടു ജി ഓഫ് എക്സ് എക്സ് സെറ്റ്. ഓക്കെ, ഇവിടെ തന്നിട്ടുണ്ടായിരുന്ന z ഇസ് ഈക്വൽ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള രൂപത്തിലാണ്. ഇനി തരുന്നത് നമ്മുടെ ഫംഗ്ഷൻ എസ് തന്നിട്ടുള്ളത് y ഈക്വൽ ടു ജി ഓഫ് എക്സ് സെറ്റ് എന്നുള്ള രൂപത്തിലാണെങ്കിൽ, y ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് z എന്ന രൂപത്തിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? We have to project our s into xz plane. നമ്മൾ ഈ കേസിൽ z is equal to f of xy ആയ സമയത്ത് we are projecting s into the xy plane, right? So ഇവിടെ y equal to g of xz ആയതുകൊണ്ട് we have to project we have to find the projection of s in xz plane, clear? So let r be that projection in xz plane, then the integral will be the surface integral over s of g is nothing but double integral over r g of x, and that y can be replaced by that function g of xz into z, comma z into square root of this. Here we have y equal to g of xz, so the ds is nothing but here gx whole square 1 square root of 1 plus gx whole square plus gz whole square. Clear? So ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമ്മുടെ s y equal to g of xz എന്നുള്ള രൂപത്തിലാണെങ്കിൽ we have to use this formula. ഓക്കെ, അപ്പോൾ ഡി എസ് എന്തായിരിക്കും? നമ്മുടെ ഡിഫറൻഷ്യൽ മാറിയിട്ടുണ്ടാവും, ഇതായിരിക്കും. ക്ലിയർ? ഇനി തിരിച്ച് നമ്മുടെ ഫംഗ്ഷൻ എസ് ഇസ് ഗിവൺ ഇൻ ദിസ് ഫോം, എക്സ് ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് വൈ കോമ ഇസെഡ്. എക്സിനെ ഫംഗ്ഷൻ ഓഫ് വൈ കോമ ഇസെഡ് ആക്കി എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വി ഹാവ് ടു ഫൈൻഡ് ദി പ്രൊജക്ഷൻ ഓഫ് ദിസ് എസ് ഇൻ ടു വൈ സെഡ് പ്ലെയിൻ. ഓക്കെ, അപ്പോൾ ആർ എന്നുള്ളത് പ്രൊജക്ഷൻ ഓഫ് ദിസ് സെഡ് ഇൻ ടു വൈ സെഡ് പ്ലെയിൻ ആയിരിക്കും if s is given as the function of y and z. Then the double surface integral is nothing but surface integral s g ds is nothing but double integral over r g of x can be replaced by that h of yz comma y comma z square root of 1 plus hy square plus hz square dA. Okay, ഇതായിരിക്കും അപ്പോൾ ds വരാം. Okay, the differential will be this. Okay, now by using this surface integral we can find the mass of a surface. Okay, so suppose we have the density of a surface is given by rho. Rho എന്നുള്ളത് ഒരു സർഫസിന്റെ ഡെൻസിറ്റി ആണെന്ന് വിചാരിക്കുക at any point, or it is the mass per unit surface area. അതാണല്ലോ ഡെൻസിറ്റി. Okay, so density is mass per unit area, അല്ലെങ്കിൽ rho is the rho represents the rho represents the density of a surface area at any point. Then the mass m of the surface is a surface in the mass എന്ന് പറയുന്നത് m is equal to the surface integral of rho over that s അതായിരിക്കും. Okay, surface integral over s rho ds. Okay, so we can have an example ഇതാണ്. Find the mass of the surface of the paraboloid z is equal to 1 plus x square plus y square in the first octet for 1 less than or equal to z less than or equal to 5 if the density at a point p on the surface is directly proportional to the distance from xy plane. Okay, so what we have to find the mass of the surface of the paraboloid. ഒരു paraboloid തന്നിട്ടുണ്ട്. ആ paraboloidന്റെ ഫസ്റ്റ് ഒക്ടന്റിലുള്ള സർഫസിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കണം. ഫ്രം ആൻഡ് z varies from 1 to 5. അപ്പോൾ അതിൽ z-ന്റെ വേരിയേഷൻ എന്ത് ഉണ്ടാവുള്ളൂ? 1 മുതൽ 5 വരെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അങ്ങനെയെങ്കിൽ അതിന്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഡെൻസിറ്റി is given by density of the surface is given by at any point p. It is proportional to the directly proportional to the distance from xy plane. That is distance from xy plane എന്ന് പറഞ്ഞാൽ z ആണ്. ഓക്കെ, that is z axis ലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ the point ലേക്കുള്ള the surface ലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത് ലെങ്ത് z ആണ്, അല്ലെങ്കിൽ z-ന്റെ ആ മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു z എന്ന് പറയുമ്പോൾ എന്തായാലും വരും? rho equal to k into z, where k is a constant. So it is the directly proportional to z. So rho തന്നിട്ടുണ്ട്. Rho of density of the point p on the surface is directly proportional to the distance from the xy plane. Distance from the xy plane എന്ന് പറയുമ്പോഴാണ് z വരിക. So k into z. Clear? Now we are given that z is equal to 1 plus x square plus y square. ഇതാണ് നമ്മുടെ ഇതിന്റെ സർഫസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. S is the surface of the paraboloid.
z is equal to 1 plus x square plus y square. That is S, let S be the surface of the paraboloid. Z is equal to 1 plus x square plus y square. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? Just f of xy എന്നുള്ള രൂപത്തിലാണ് ഉള്ളത്. Okay, so we have to project this S. We have to find the projection of S into xy plane. Clear? To find R. Okay, so we know the mass is here. Actually ഈ paraboloid നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. Okay, that is z varies from 1 to 5. So this is z axis. So z varies from 1 to 5. Okay, this is 5. So 1 2 3 4 5. Okay, this is the plane. Z is equal to 5 എന്നുള്ള plane ആണിത്. So z varies from 1 to 5. So the paraboloid നമുക്ക് എന്തേ ആവശ്യമുള്ളൂ? ഇതിങ്ങനെ വരിക, paraboloid മൊത്തത്തിൽ ഇങ്ങനെ വരും. പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് ഫസ്റ്റ് ഒക്ടന്റിലാണ്. അതായത് x varies from 0 to infinity and y varies from 0 to infinity. So ഫസ്റ്റ് ഒക്ടന്റിൽ മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ എന്നർത്ഥം. ഓക്കെ, സോ ദിസ് വിൽ ബി ദി പാരാബോളോയിഡ്. ഓക്കെ, സോ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീജിയൻ ആയിരിക്കും, ഈ ഒരു സർഫസ് ആയിരിക്കും വരിക. ഓക്കെ, ക്ലിയർ? z varies from 1 to 5 and so ഇവിടെ എന്ത് വരും? when x z is equal to 5, z equal to 5 എന്നാകുമ്പോൾ ഈ ഒരു കർവ് ഇത് എന്ത് കർവാണ് വരിക? when z is equal to 5 we have z is equal to 1 plus x square plus y square. So we have 5 is equal to, when z is equal to 5 implies we have z is equal to 1 plus x square plus y square implies x square plus y square equal to 5 minus 1, that is 4. So ഇത് ഇവിടെ വരുന്നത് എന്തായിരിക്കും? x square plus y square plus 4 എന്നുള്ള ഒരു സർക്കിൾ ആയിരിക്കും. അപ്പോൾ ഈ ഇത് വരും അതിന് കറസ്പോണ്ടിങ്. So the projection of this surface into xy plane എന്നുള്ളത് x square plus y square equal to 4 ആയിരിക്കും, അല്ലെങ്കിൽ r equal to 2 by converting into polar coordinates. x square plus y square എന്നുള്ളത് എന്തായിരിക്കും? r square ആണല്ലോ. So r equal to 2 ആയിരിക്കും ഇവിടെ. So r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ okay, the projection of this into xy plane എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, which is the circle x square plus y square plus equal to 4. അതായത് സർക്കിളിന്റെ ഒരു പാർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, നമുക്ക് ഇത് ഫസ്റ്റ് ഒക്ടന്റിലെ പാർട്ട് ആയിരിക്കും. Okay, so the mass is actually, we know the mass m is equal to surface integral s over s rho ds, where rho is equal to kz. So kz into ds. So it is nothing but by the definition of the surface integral we can write this as k into z is equal to 1 plus x square plus y square. So we can replace that into ds. ds is square root of 1 plus fx square plus fy square dx. This is by definition. So what is f here? F is actually z is equal to f of xy, which is 1 plus x square plus y square. So therefore r will be the projection of s into xy plane, where r is the projection of s into xy plane. Okay, that is r will be the a portion of the circle x square plus y square equal to 4. So we have here double integral over r k into 1 plus x square plus y square square root of, since f of xy equal to 1 plus x square plus y square, we have fx is 2x, so fx whole square is 4x square, fy whole square is 4y square into dx dy. Okay, so it is better to change this into polar coordinates. Changing to polar coordinates, we have x equal to r cos theta and y equal to r sin theta, so that x square plus y square equal to r square. Now what will be the values of ranges of r and theta? Here theta varies from 0 to pi by 2 and r varies from 0 to 2. Clear? So we have this equation, or mass m is equal to this k into the integral theta varies from 0 to pi by 2, r varies from 0 to 2, k into 1 plus x square plus y square can be replaced by r square, and here is 4x square plus 4y square is also 4r square. Okay, and dx dy can be replaced by r dr d theta. That is the conversion of from rectangular coordinates to polar coordinates. Okay, now this is nothing but k into integral 0 to pi by 2, that is theta from 0 to pi by 2, r from 0 to 2. We can split this into two integrals. First integral is integral 0 to 2
this square root of 1 plus 4 r square into r dr, and the second integral is r square into r, that is r cube into square root of 1 plus 4 r square dr into d theta. So we have to perform the inner integrals with respect to r first. Okay, so for that, for first integral, for this we can put u equal to 1 plus r 4 r square, and so that du equal to 8 r dr. So r dr can be replaced by this du by 8. So this integral square root of 1 plus 4 r square r dr is nothing but integral, this is square root of u, that is u power 1 by 2 into du by 8. So integrating this we get u power 3 by 2 divided by 3 by 2 divided by 8 here. So this is nothing but 1 plus 4 r square power 3 by 2 divided by 12. Okay, so this integral, this indefinite integral will be this. We have to replace the values of r, that is we have to apply the limits. Okay, now to find the second integral is actually r cube into square root of, the integrand is r cube into square root of 1 plus r square dr. So here we already found the integral of this r into square root of 1 plus 4 r square. So by using that we can integrate this by method of integration by parts. That is, integral r cube square root of 1 plus 4 r square dr can be written as r square into this integrand can be written as the product of r square into r into square root of 1 plus r square dr. So ഇതിന്റെ integral നമുക്ക് already അറിയാം, ഇതാണ്. Okay, so by using that we can do like this. But by integration by parts, we have first function into integral of second. This is first function and this is the second function. So first function into integral of second minus integral of the derivative of first function, that is 2r into integral of second dr. Okay, so this is equal to r square into integral of this is we obtained from here, that is 1 plus 4 r square power 3 by 2 divided by 12 minus integral of 2r into integral of that is 1 plus 4 r square power 3 by 2 divided by 12 dr. So this is nothing but 1 by 12 into r square 1 plus 4 r square power 3 by 2, and here we have to use this substitution one more time, that is u equal to, because here we have 2 r dr is here and here 1 plus 4 r square. So replacing u replacing 1 plus 4 r square by u, we have du equal to 8 r dr. So r dr is equal to du by 8. So that this integral becomes minus 2 by 12 is 1 by 6 integral 1 plus 4 r square into 3 by 2 is nothing but u power 3 by 2 into r dr is nothing but du by 8. Clear? So this is this, and now integrating this we get 6 into 8 is 1 by 48 will be here, and u power 3 by 2, integral of u power 3 by 2 is u power 5 by 2 divided by 5 by 2. Okay, and replacing the value of u, we will get this 1 plus 4 r square power 5 by 2 divided by 5 by 2 into 48 is nothing but 1 by 20. Okay, so this is the integral of the second function or the second integral, and the first integral is this. So we have to replace this integral and we have to apply this limit also. Okay, ഇത് നമ്മൾ indefinite integral കണ്ടുള്ളൂ, ഇനി ലിമിറ്റും കൂടെ ഇവിടെ അപ്ലൈ ചെയ്യണം. So from equation number 1 we have the mass m is equal to k into integral 0 to pi by 2. ഇതിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ വരും, ഇത് വരും. So this from 0 to 2 and plus ഇതിന്റെ ഇന്റഗ്രൽ ഓൾറെഡി നമുക്ക് അപ്ഡേറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. So this is this from 0 to 2. So that is m equal to k into integral 0 to pi by 2. This is first integral and this is second integral. Okay, from r from 0 to 2. So applying this limit, we will get k into integral 0 to pi by 2. 2 apply the 1 plus 16, that is 17 power 3 by 2 minus 0 apply the 1 plus 0, that is 1. So 17 power 3 by 2 minus 1 divided by 12 plus here 1 by 2 here, and 2 apply the 4 into 2 square into 1 plus, that is 17 power 3 by 2 minus 0 apply the 0, so minus 0 divided by 12 minus 1 by 20 into 1 plus, that is 17 power 5 by 2 minus, when r equal to 0 we have 1 power 5 by 2, that is 1, like this. So this is equal to this simplify this is here is 17 power 3 by 2 by 12. Here is 4 power 4 into 17 power 3 by 2 by 12 here. So adding that we will get 5 into 17 power 3 by 2 by 12 here, and here 17 power 5 by 2 divided by 120 here, negative of that. Now here minus 1 by 2 plus 1 by 20, 1 by 120, right? So that is nothing but 9 by
120. So this is equal to 9 by 120 is nothing but 3 by 40. So now this is a constant into, so we have to this integral is nothing but this into this constant into integral 0 to pi by 2 d theta. So integral 0 to pi by 2 d theta is nothing but this is theta from 0 to pi by 2. So the value of this integral is pi by 2. So that is k into pi by 2 into this value. That is the 30.16 k will be the approximate value of that integral. Okay. Next, another question is evaluate this surface integral s x z square ds, where s is that portion of the cylinder y equal to 2x square plus 1 in the first octant, bounded by x equal 0, x equal to z is equal 0, z is equal 8. Okay, so we have to find the surface integral where the integrand is x is into z square and s is the portion of the cylinder y equal to 2x square plus 1 in the first octant, and which are bounded by the line x equal 0, equal to y equal 0, y equal to 2. Clear? ഈ y equal to 2x square plus 1 എന്നുള്ളത് ഒരു സിലിണ്ടറിന്റെ ഭാഗം, ഒരു സിലിണ്ടർ ആണെന്ന് പറഞ്ഞു. അതായത് ഒരു ദിസ് ആക്ച്വലി ഇൻ എക്സ് വൈ പ്ലെയിൻ ഇറ്റ് ഇസ് എ പരാബോള. ആ പരാബോള എങ്ങനെ വരും? ഇത് y ആക്സ് ആണ്, ഇത് x ആക്സ് ആണ്. സോ y equal to x square plus 1 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പരാബോള ആയിരിക്കും വരും, ഇങ്ങനെ പോകും. ഓക്കെ, ഈ പരാബോള ആയിരിക്കും അത് വരിക. പക്ഷെ നമുക്ക് എന്തേ ഉള്ളൂ, ഫസ്റ്റ് ഒക്ടന്റിലെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്രയും പോർഷൻ മതി. ഓക്കെ, നൗ ഇസഡ് വാരീസ് ഫ്രം 0 to ഇൻഫിനിറ്റി ആണെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതൊരു തൂണ് പോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പോകും, ഇത്രയും ഉണ്ടാവും. ഓക്കെ, ഈ ഒരു റീജിയൻ ഇങ്ങനെ പോകും. ഈ ഒരു പാർട്ടിലേക്ക് ഉണ്ടാവുക. ബട്ട് ഹിയർ വി ഹാവ് ഇസഡ് വാരീസ് ഫ്രം 4 to 8. ഇസഡ് വാരീസ് ഫ്രം 4 to 8. അപ്പോൾ ഇത്രയും വേണ്ട. ഇസഡ് ഇസ് ഈക്വൽ ടു 4 മുതൽ ഇസഡ് ഈക്വൽ ടു 8 വരെ മതി. സോ ഇസഡ് ഇസ് ഈക്വൽ 4 എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇവിടെ മുതൽ ഇവിടെ വരെ മതി. ഓക്കെ, സോ ദിസ് പാർട്ട് ആൻഡ് എക്സ് വാരീസ് ഫ്രം 0 to 2. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലെയിന് മുതൽ ഇതാണ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇതാണ് പ്ലെയിന്, ഇസഡ് ഇസ് ഈക്വൽ ടു 4 എന്നുള്ള പ്ലെയിന്, ഇസഡ് ഇസ് ഈക്വൽ ടു 8 എന്നുള്ള പ്ലെയിന് ഇതാണ്. ഓക്കെ, ഈ ഒരു പ്ലെയിൻ മുതൽ ഈ ഒരു പ്ലെയിൻ വരെ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിന്റെ നേരെ മേൽഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ നൗ എക്സ് വാരീസ് ഫ്രം 0 to 2. സോ എക്സ് ഈക്വൽ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലെയിൻ ആണ്, അതായത് വൈ സെഡ് പ്ലെയിൻ. എക്സ് ഈക്വൽ 2 എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിൻ വരും. ഓക്കെ, ഇതായിരിക്കും പ്ലെയിൻ വരാം. ഓക്കെ, എക്സ് ഈക്വൽ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും, എക്സ് ഈക്വൽ 0 എന്ന് പറഞ്ഞാൽ ഈ വൈ സെഡ് പ്ലെയിനും. ഓക്കെ, സോ അത്രയായിരിക്കും ഉണ്ടാവുക. ക്ലിയർ? സോ അത്രയും റീജിയൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഓവർ ദിസ് സർഫസ് വി ഹാവ് ടു ഇന്റഗ്രേറ്റ് ദി ഇന്റഗ്രൻഡ് എക്സ് സെഡ് സ്ക്വയർ. സോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് y equal to 2x square plus 1 എന്നുള്ള രൂപത്തിലാണ് നമ്മൾ s തന്നിട്ടുള്ളത്. സോ വി ഹാവ് ടു, ഓർ y equal to here g of x y z x z എന്നുള്ള രൂപത്തിലാണ് തന്നിട്ടുള്ളത്. y equal to a function of x comma z എന്നുള്ള രൂപത്തിലാണ്. സോ we have to project, or we have to find the projection of s into xz plane. xz plane is this. So ഇതിന്റെ പ്രൊജക്ഷൻ എന്ത് വരും? ഇതിന്റെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ റീജിയൻ ആയിരിക്കും വരിക. ദാറ്റ് ഈസ് x varies from 0 to 2 and y varies z varies from 4 to 8. Right, this is 4 to 8, this is 0 to 2, or this is 0 to 2 here. Clear? So r is that. So directly we can write the surface integral is nothing but the surface integral over s x z square ds is equal to double integral over r x z square into ds is nothing but, here is g is a function of x and z. So we have the ds is nothing but square root of 1 plus gx square plus gz square dA. ഇതായിരുന്നു നമ്മുടെ ഫോർമുല, where r is the projection of s, the surface s, into the xz plane. Clear? So ആ xz plane projection ആണ് ഈ r എന്ന് പറയുന്നത്, ഈ rectangle. That is rectangle 0 less than or equal to x less than or equal to 2 and 4 less than or equal to z less than or equal to 8. Okay, so we can directly integrate. To find the double integral, we have x from 0 to 2 and z from 4 to 8. X is z square, square root of gx is nothing but
4x, so 4x whole square, that is 16x square, and gz is 0 because y is a function of x only, so gz is 0, so 0 square. Okay, now the integrate ചെയ്യാൻ വേണ്ടിയിട്ട് first of all we have to integrate this with respect to z. The inner integral with respect to z ആണ്. So it will be this x and the square root of 1 plus 16x square എന്തായിരിക്കും constant ആയിരിക്കും with respect to z ചെയ്യുമ്പോൾ. So we have to integrate z square only with respect to z. Okay, so z square apply integrate ചെയ്ത് കഴിഞ്ഞാൽ z cube by 3 from z is equal to 4 to 8. Okay, ലിമിറ്റും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ we have 8 cube minus 4 cube divided by 3. 8 cube minus 4 cube നമുക്ക് എന്ത് എഴുതാം, ഇതിനെ വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിൽ രണ്ടും 4 ക്യൂബ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 4 ക്യൂബ് ഡിവൈഡ് ബൈ 3 ഇൻറ്റു 2 ക്യൂബ് മൈനസ് 1 എഴുതാം. 2 ക്യൂബ് മൈനസ് 1 is 7, so 64 into 7 by 3, which is nothing but 448 divided by 3. So that 448 divided by 3 written here into integral x from 0 to 2 x into square root of 1 plus 16x square dx. So ഇത് integrate ചെയ്യാൻ വേണ്ടിയിട്ട് we can replace this 1 plus 16x square as u. So that du is equal to 32 dx, 32 into x dx. So x dx is equal to du divided by 32. So we can replace this as square root of this, that is u power 1 by 2 into du by 32. Okay, du by 32 here. So this is nothing but 448 divided by 3 into 32 is here. Integrating this, we have u power 3 by 2 divided by 3 by 2 from x from 0 to 2. Okay, x from 0 to 2. So replacing that limits, we will get this. This simplify ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും 28 divided by 9 വരും. Then that is u is nothing but 1 plus 16x square, so 1 plus 16x square 3 by 2 power 3 by 2, that is x from 0 to 2, that is nothing but applying this limit when x equal to 2, we have 16 into 2 square, that is 4 into 16 is 64. 64 plus 1 is 65. So 65 plus 3 power 3 by 2 minus 0 plus 1, that is 1 power 3 by 2, is 1. So this will be the required value of the surface integral. Okay. Now from the definition of the surface integral, we can see that if we take the function g as the constant function 1, then this integral becomes, the surface integral becomes double integral over r 1 into square root of 1 plus fx square plus fy square dx, which is nothing but the surface area of the surface S. Okay, so to get the surface area of the surface S, we need only to consider g as the constant function 1. Okay, thank you.